ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോയുടെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ തൊട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചായിരുന്നു. കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് കുടലിൻ്റെ ഫങ്ഷൻസ്, അത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോബയോട്ടിക്സിനെ കുറിച്ച്. അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതിനകത്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗുളികയായിട്ടാണോ പൗഡറായിട്ടാണോ ഫുഡിൽ നമുക്ക് കിട്ടാനുള്ളതുണ്ടോ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പല ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോയുടെ ഒരു സീരീസ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യത്തെ തൊട്ട് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചായിരുന്നു. കുടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെയാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ പ്രശ്നം ഉണ്ടാകുന്നത്, എന്തൊക്കെയാണ് കുടലിൻ്റെ ഫങ്ഷൻസ്, അത് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മാനേജ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രോബയോട്ടിക്സിനെ കുറിച്ച്. അപ്പോൾ പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പലരും പല ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതിനകത്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ ഗുളികയായിട്ടാണോ പൗഡറായിട്ടാണോ ഫുഡിൽ നമുക്ക് കിട്ടാനുള്ളതുണ്ടോ, അല്ലെങ്കിൽ നാച്ചുറലായിട്ട് നമുക്ക് എന്തെങ്കിലും സോഴ്സ് ഉണ്ടോ എന്നുള്ളതൊക്കെ പല ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്കറിയാം പ്രോബയോട്ടിക്കിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള കണ്ടീഷൻ, ചിലപ്പം ഭക്ഷണം കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ഗ്യാസ് എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, മലബന്ധമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ, ആരിഷം, ടെൻഷൻ, വിഷമം, ഇറിറ്റേഷൻസ് ഉള്ള, മൂഡ് സ്വിങ്സ് ഉള്ള ആളുകളുടെ പ്രശ്നങ്ങൾ, അതേപോലെ സ്കിന്നിൻ്റെ ചൊറിച്ചിൽ, കുരുക്കൾ, പാടുകൾ, കളർ മാറ്റം, അങ്ങനെ പല രീതിയിലുള്ള പ്രയാസങ്ങൾ, ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളുടെ ഒരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോബയോട്ടിക്. പ്രോബയോട്ടിക്കിൽ പലതരം ബാക്ടീരിയാസ് ഉണ്ട്. എന്നാലും നമുക്കൊരു നാച്ചുറലായിട്ട് ഇപ്പം എല്ലാത്തിനും നമുക്കിപ്പം നമ്മുടെ ക്ലിനിക്കിൽ വന്ന് കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എടുക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആകത്തില്ല. അതുകൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ നാച്ചുറലായിട്ടുള്ള പ്രോബയോട്ടിക്സ്, അതിനകത്ത് ഇന്ന ബാക്ടീരിയ കൂടുതൽ കുറവ് അങ്ങനെയൊന്നുമില്ല, പക്ഷേ നാച്ചുറലായിട്ട് നമുക്ക് ഏതൊക്കെ ബാക്ടീരിയാസിനെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് കൾച്ചർ ചെയ്തെടുത്തേച്ച് നമുക്ക് നമ്മുടെ ഹെൽത്ത് കണ്ടീഷനെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം സാധാരണ രീതിയിൽ നമുക്കറിയാം പഴങ്കഞ്ഞി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നാലും നമ്മൾ ഈ പഴങ്കഞ്ഞിയിൽ നമ്മൾ സാധാരണ ഒരു കഞ്ഞി കുടിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും എഫക്റ്റീവായിട്ട് പഴങ്കഞ്ഞിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മുടെ ക്ലിനിക്കിൽ വന്ന ആളുകളിൽ തന്നെ നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്. ഇപ്പം നമ്മുടെ അടുത്ത് ഹെൽത്തി ബാക്ടീരിയാസിൻ്റെ ഒരു ക്യാപ്സൂളുണ്ട്, അതായത് പ്രോബയോട്ടിക് ക്യാപ്സൂളാണ്. ഈ പ്രോബയോട്ടിക് ക്യാപ്സൂൾ നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ നമ്മളിപ്പം രാത്രിയിൽ നമ്മളിപ്പം ഒരു 10 മണിയാകുമ്പോഴത്തേനും 10:30 ആകുമ്പോഴത്തേനും ഒരു ചോറ് കഴിച്ചതിന് ശേഷം നമ്മളെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ച് ഒന്ന് തിളപ്പിക്കാൻ പറയും. തിളപ്പിച്ചിട്ട് കുറച്ച് എടുത്ത് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷം അത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ ഈ നമ്മുടെ കയ്യിലുള്ള പ്രോബയോട്ടിക് ക്യാപ്സൂൾ അതിനകത്ത് പൊട്ടിച്ചിടാൻ പറയും. അത് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കിയതിന് വെച്ച് പിറ്റേ ദിവസം രാവിലെ പുളിയില്ലാത്ത തൈരോടെ ചേർത്തേച്ച് അതിനെ നമ്മൾ കഴിക്കാൻ പറയും. അതെന്ന് പറയുന്നത് ഒരു മെഡിസിൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കൂടെ വേണമെങ്കിൽ അധികം എരിവില്ലാത്ത എന്തെങ്കിലും കറികളോ അല്ലെങ്കിൽ മീനോ അല്ലെങ്കിൽ തോരൻ ഐറ്റംസോ ഉപ്പേരി ഐറ്റംസോ എന്തെങ്കിലും ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കാൻ പറയുന്നത്. അതൊരു മെഡിസിൻ രീതിയിൽ ട്രീറ്റ്മെൻറ്റാണ്. ഇപ്പോൾ നമുക്ക് ആ പൊട്ടിച്ചിടാനോ കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലായിട്ട് തന്നെ നമ്മളിപ്പോൾ പഴങ്കഞ്ഞി എടുത്ത് വെച്ച് പിറ്റേ ദിവസം രാവിലെ നമ്മൾ അതിനകത്ത് പുളി ഉള്ള തൈരിൽ പുളി ഇല്ലാത്ത തൈരിനകത്തും പ്രോബയോട്ടിക്കാണുള്ളത്, അതോടെ മിക്സ് ചെയ്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗട്ട് റിലേറ്റഡ് പ്രശ്നങ്ങൾക്ക് ഭൂരിഭാഗം ഈ നെഞ്ചരിച്ചിൽ, പുളിച്ച് കേട്ടൽ, വയർ സ്തംഭിച്ച് വരുന്ന കണ്ടീഷനിലെല്ലാം ഒരു 3 ഡേയ്സ് അടുപ്പിച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇത് പഴങ്കഞ്ഞി ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന തൈര് നമ്മുടെ ഒരു രീതി എന്നാന്ന് വെച്ചാൽ ഇത് പുളിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് പുളിക്കാത്ത തൈര് എങ്ങനെ ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമ്മളിപ്പോൾ രാത്രിയിൽ ഉറയൊഴിച്ച് വെച്ചു, അപ്പം ഒരു രാത്രിയിൽ ഒരു 8 മണിക്ക് ഉറയൊഴിച്ച് വെച്ചാൽ പിറ്റേ ദിവസം രാവിലെ ഒരു 6 മണിയാകുമ്പോഴത്തേനും നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും അത് തൈരായിട്ടിരിക്കും. അന്നേരം തന്നെ എടുത്ത് ഫ്രിഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുളി ഇല്ലാത്ത തൈരായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ഈ 6 മണിക്ക് എടുത്ത് വെക്കുന്നതിന് പകരം 8 മണിയോ 10 മണിയോ ആകുമ്പോൾ അത് പുളിച്ച് പോകാനുള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ട് എപ്പോഴും പുളി ഇല്ലാത്ത തൈര്, അധികം പുളിക്കാത്ത തൈരായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ബാക്ടീരിയാസ് കൂടുതലായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് നമുക്ക് കിട്ടാനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നോക്കും, ഇതൊക്കെ സാധാരണ രീതിയിലുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രത്യേകത പറഞ്ഞാൽ ബീറ്റ് ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ബീട്രൂട്ട് ഒരു 2 ബീട്രൂട്ട് ചെറുതായിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ സാമ്പാറിൽ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച് ഒരു ഇത് നമ്മുടെ ഗ്ലാസ് പാത്രത്തിനകത്ത് ഇടുക. കുറച്ച് അത് ഒരു 3/4 ഭാഗം വരുന്ന പോലെ വെള്ളം ഒഴിക്കുക. ഒരു 2 ടീസ്പൂൺ നമ്മുടെ റോക്ക് സോൾട്ടോ ഹിമാലയൻ സോൾട്ടോ ഏതായാലും ഉപ്പ് ഇടുക.
ഒരു തുണി വെച്ച് കെട്ടി വെക്കുക. അപ്പോൾ ഇതാണ് സത്യം പറഞ്ഞാൽ ഇത് ബീഡ് ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരു 10 ദിവസമെങ്കിലും ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ അത് ഉപയോഗമുള്ളൂ. അപ്പോൾ 10 ദിവസം വെക്കണം എന്ന് പറയുമ്പോൾ അതിനകത്ത് ചിലപ്പം കാറ്റ് വരുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലീക്കായി വരുന്നുണ്ടോ ഒന്നും നമുക്കറിയാത്തതുകൊണ്ട് ഒരു പാത്രത്തിൽ ഒരു സൈഡ് പാത്രത്തിനകത്ത് ഇത് വെച്ചിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഇതിന് ശേഷം നമ്മൾ ഇതിൻ്റെ വെള്ളം ഊറ്റിയെടുത്തേച്ച് ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ അളവിൽ നമ്മൾ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽത്തി പ്രോബയോട്ടിക്കാണ്. ഇനി അതിനകത്തുള്ള ബീറ്റ്റൂട്ടിനെ നമുക്ക് സാലഡ്സിലായിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ടും ഏറ്റവും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്തുള്ളതെന്ന് പറയുന്നത് സോർക്രോട്ട് എന്ന് പറയുന്ന ഒരെണ്ണമാണ്. സോർക്രോട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിനകത്ത് ആകെ മെയിനായിട്ട് 2 ഇൻഗ്രീഡിയൻ്റ് ഉള്ളൂ. ഞാൻ നേരത്തെ ബീട്രൂട്ട് പറയുന്ന പോലെ ക്യാബേജിനെ ചെറുതായിട്ട് അരിയുക, സെയിം പറഞ്ഞതുപോലെ ഗ്ലാസ് പാത്രത്തിലിടുക, വെള്ളം ഒഴിക്കുക, ഒരു 2 ടേബിൾ സ്പൂൺ റോക്ക് സോൾട്ട് അല്ലെങ്കിൽ ഹിമാലയൻ സോൾട്ട് ഇടുക, സെയിം തുണി വെച്ച് കവർ ചെയ്ത് വെക്കുക. ഇതൊരു 7 ഡേയ്സ് വരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു എയർ ടൈറ്റ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ 7 ഡേയ്സിന് ശേഷം അതിൽ നിന്നുള്ള ലിക്വിഡ് ആകാം, അല്ലെന്നുണ്ടെങ്കിൽ ക്യാബേജ് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ ക്യാബേജിനെ തന്നെ നമുക്ക് ഒരു സാലഡ് രൂപത്തിൽ നമ്മൾ കഴിക്കുന്നതും ഹെൽത്തി പ്രോബയോട്ടിക്കിൻ്റെ വളരെ നല്ല ഒരു കാര്യം കൂടിയാണ്. ഇനി നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലി നമ്മളിത് പറയുകയാണ്, കുറച്ചൊക്കെ കള്ള് കുടിച്ചോ എന്ന് പറയുന്നതല്ല. സത്യം പറഞ്ഞാൽ നമ്മൾ പുളിച്ച് പോയിരിക്കുന്ന തെങ്ങും കള്ള് ഉപയോഗിക്കുന്ന തെങ്ങുകള്ളോ അല്ലെങ്കിൽ പനക്കള്ളോ ഏതായിരിക്കും, തെങ്ങുകളാണ് നമ്മൾ ഏറ്റവും ഹെൽത്തി ആയിട്ട് പറയുന്നത്. അതിൽ പുളിച്ചു പോയതിന് ശേഷം നമ്മൾ ഷാപ്പിൽ കിട്ടുന്ന കള്ള് പോലെ അല്ല ഉദ്ദേശിക്കുന്നത്. നമുക്ക് അന്നേരം തന്നെ തെങ്ങിന്ന് ചെത്തി ഇറക്കുന്ന കള്ള്, മധുരം കള്ള് എന്ന് പറയില്ല, ആ കള്ള് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്രോബയോട്ടിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ലൈസൻസ് ആയിട്ട് എടുത്തേച്ച് കുടം കണക്കിന് കുടിച്ചിട്ട് ബോധം കെട്ട് കടന്നിട്ട് യാതൊരു കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ ഏതൊരു ഒരു 1/2 ഗ്ലാസ് എന്ന രീതിയിൽ നമുക്കൊരു കുറച്ച് ദിവസം അടുപ്പിച്ച് എടുക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള ഭൂരിഭാഗ പ്രശ്നങ്ങളും നമുക്ക് ക്ലിയർ ആകാൻ സാധിക്കും. അപ്പം പക്ഷേ ഇത് പറയാൻ ഉദ്ദേശിക്കുന്ന വയറിൻ്റെ പ്രശ്നം മാത്രമല്ല. ഞാൻ പണ്ടത്തെ എൻ്റെ പഴയ സീരീസ് ഓഫ് വീഡിയോകളിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമ്മുടെ ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ, സൂയിസൈഡൽ ടെൻഡൻസി, ഇറിറ്റേഷൻസ്, സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, ഈ ജോയിൻറ്റ് പെയിൻസ്, ഓട്ടോ ഇമ്മ്യൂൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ശരീരം തന്നെ ഡാമേജ് ചെയ്യുന്ന ഒരു കണ്ടീഷന്. അപ്പം അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് ഇതൊരു എക്സലൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പം ഈ പറയുന്ന നമ്മൾ ഈ എഡ്യൂക്കേഷൻ സീരീസിൽ നമ്മൾ കവർ ചെയ്ത് വന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഓരോ തവണയും നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഓരോരോ രീതികൾ നമ്മൾ ഉൾപ്പെടുത്തിക്കേണ്ട ഫർദർ വീഡിയോസ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ഇതൊരു എഫക്റ്റീവായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.